ഈ മലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ ഞാനും കുഞ്ഞിയും നിൽക്കുന്ന പ്രദേശം നിങ്ങൾ കാണേണ്ടതാണ്. ഒരു വലിയ ഫോറസ്റ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടിവാരം മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ്. ഇത് നമ്മുടെ ഒരു മലയാളിയുടെ, കോട്ടയംകാരനായിട്ടുള്ള, കോട്ടയം പത്തനംതിട്ട ബോർഡറിലുള്ള ഒരു മലയാളിയുടെ കൃഷിസ്ഥലമാണ്. അത് ഇവിടെ ഒരു ഈ അടുത്ത സ്കൂളിലെ സാറാണ് കേട്ടോ, ഹെഡ് മാസ്റ്ററാണ്. ഇത് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ്. ഈ വലിയ മതിൽ, ഈ മതിലിങ്ങനെ കറങ്ങി ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശമെല്ലാം കൃഷിസ്ഥലങ്ങളാണ് പല പല ആളുകളുടെ. അപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയയുടെ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടിയിരിക്കുന്നതുണ്ടോ, കരിങ്കല്ലിൽ കെട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് വാളാണ്. അപ്പോൾ അതെ, ചുറ്റുവട്ടം മുഴുവൻ മലനിരകളാണ് കേട്ടോ. മനോഹരമായ മലനിരകളുടെ, 4 ചുറ്റുമുള്ള മലനിരകളുടെ അടിവാരത്താണ് ഞാൻ നിൽക്കുന്നത്. വേണ്ട, നടക്കും ഡീ, അങ്ങോട്ട് ഓടി. എന്നടാ, അവൻ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേനൊരു വിളറി പിടിച്ച് നിൽക്കുകയാണ്. ഇവരെ വെച്ചിട്ടാണ് ഇവിടെ ഉഴുന്നതും കാര്യങ്ങളുമെല്ലാം. അതോടൊപ്പം തന്നെ ഇവിടെ ട്രാക്ടറും ഉണ്ട് കേട്ടോ. അപ്പോഴത്തെ ഈ കൃഷിസ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത കാട്ടിത്തരാം. ഇത് മുഴുവൻ ചോളം വിതച്ചിരിക്കുന്നതാണ്. അവിടെ ചോളം കൃഷി സ്റ്റാർട്ട് ചെയ്ത് അത് വളർന്നു കയറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം വഴുതന കൃഷിയും വെണ്ടക്കൃഷിയുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ കൃഷിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള ഗോതമ്പ് കൃഷി കഴിഞ്ഞിട്ട് അതിൻ്റെ കച്ചിയാണ് ഈ കിടക്കുന്നത്. പോത്തുകൂട്ടന്മാർ പോകുന്നത് കാണാം കേട്ടോ. ഇതുണ്ടോ, നിറയെ പോത്തുകൂട്ടന്മാരാണ്. അത് ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ആ വീട്ടുകാരുടെയാണ്. തേണ്ട അവിടെ ഇതെല്ലാം ആദിവാസി മേഖലയാണ്. അപ്പം അവർ അവരുടെ കൃഷിസ്ഥലത്ത് ചെറിയ കുടിൽ കെട്ടിയാണ് താമസിക്കുന്നത്. അത് ആ കൃഷിസ്ഥലം നോക്കുന്ന ആളുകളുടെ കുടിലാണ് ആ കാണുന്നത്. ഇവിടെ ഒരു ഫാം ഹൗസാണ്. ഇതാണ് ഫാം ഹൗസ്. അപ്പോൾ ഈ ഫാം ഹൗസിലാണ് ഞാനും കുഞ്ഞിയും 2-3 ദിവസമായിട്ട് താമസിക്കുന്നത്. അയ്യോ, അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ കരടിയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇതുവരെ എനിക്ക് കരടിയെ കാണാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് കരടി മലമുകളിൽ നിന്നും ഇറങ്ങിയാലെന്നാണ് പറഞ്ഞത്. കാരണം മലയുടെ ഉള്ളിൽ, ഗുഹയ്ക്കുള്ളിലൊക്കെ, ഈ കല്ലുകൾക്കുള്ളിലൊക്കെ ഇവർ കയറിയിരിക്കുന്നതാണ്. അപ്പോഴത്തെ ഈ മനോഹരമായ ഒരു പ്രദേശത്ത് 2 ദിവസമായിട്ട് ഞാൻ തങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാണാൻ? ഇതെല്ലാം മലയാണ് കേട്ടോ. ഇതിവിടുത്തെ ഇവരുടെ ഈ ദേവീക്ഷേത്രമാണ്. ഒരു പ്രതിഷ്ഠ ഈ ഒരു ആര്യവേപ്പിൻ്റെ ചുവട്ടിലാണ് ആ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്വയംഭൂ പ്രതിഷ്ഠയുണ്ട്. അതും ഇതൊക്കെ ഇവർ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. ഏകദേശം 4-5 തലമുറ മുൻപുള്ള ഈ പ്രതിഷ്ഠകളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഒരാൾ വരുന്നതുണ്ടോ? മറ്റാരുമല്ല കേട്ടോ, ഈ ഒരു ഫാമിൻ്റെ ഓണറാണ്. അതാണ് മനോജ് സാറ്. സാർ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. സാറിൻ്റെ ഫാമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇന്നലെ തൊട്ട് ഞാൻ വിശ്രമിക്കുന്നത്. അപ്പോൾ ഈ വലിയൊരു ഫാം. സാറ് മലയാളിയാണ്. പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ലയുടെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്. ഓ സാർ, നമസ്കാരം. ഇതിനകത്ത് മുട്ടയും ഒക്കെ ഉണ്ട്. അത് ശരി. സാറ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നിരിക്കുന്ന കേട്ടോ, കുഞ്ഞിക്കും എനിക്കും ഉള്ളത്. അപ്പോൾ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അപ്പോൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ രാജസ്ഥാനിൽ തന്നെ, മൗണ്ട് ആബുവിന് താഴെ അബു റോഡിൽ. അപ്പോൾ സാറിനെ കുറിച്ചൊന്ന് പറയാമോ? എന്ത് പറയാനോ, അച്ഛൻ ഇവിടെ വന്ന് ആദ്യമേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ജോലി കയറി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ ഏത് പോസ്റ്റ് ഇതായിരുന്നു പോസ്റ്റ്? ഫാദർ BDO ആയിരുന്നു, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ. ഓക്കെ പഞ്ചായത്ത് സമിതി. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് അമ്മയെ കൊണ്ടുവന്ന് ആ പിന്നെ അമ്മ ഇവിടെ ജോലി കയറി. അത് ശരി. അങ്ങനെ അമ്മ ടീച്ചറായിട്ട്. ആ പിന്നെ ഞങ്ങളൊക്കെ ജനിച്ച് ആ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ പഠിച്ചു. അത് ശരി. പിന്നെ അച്ഛന് 83 ഡെത്തായപ്പം എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് ജോബ് കിട്ടി. ഓ അത് ശരി. 2 ചേട്ടത്തിമാരുണ്ടായിരുന്നു. ആ അവരൊക്കെ കല്യാണമൊക്കെ ചെയ്ത് ആ അവരിവിടെ തന്നെ പഠിച്ച് വളർന്ന. അത് ശരി. ഒരു എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്, അബുറോഡിൽ തന്നെയാണ്, ആ മാവൽ സ്കൂളിലാണ് പോസ്റ്റിംഗ്. ഓ അത് ശരി. അതും ടീച്ചറായിട്ടാണ്. ആ ആ വലിയ ചേച്ചി ഡൽഹിയിലാണ്. ആ ഓ അത് ശരി. അങ്ങനെയൊക്കെ ആയി നടക്കുന്നു. ഇപ്പോൾ സാറിൻ്റെ ഫാമിലി? എൻ്റെ ഫാമിലി നോർത്ത് ഇന്ത്യൻസാണ്. എൻ്റെ ഭാര്യ 2 പിള്ളേരുണ്ട്, ഒന്ന് ആൺകൊച്ച് ഒന്ന് പെൺകൊച്ച്. അവർ ചെറുക്കൻ പഠിക്കുന്ന അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ. പിന്നെ കൊച്ചു പഠിക്കുന്ന ഫിസിയോതെറാപ്പി. ഓ അത് ശരി. അപ്പോൾ ഇവിടെ സന്തോഷമായിട്ടും ജീവിക്കുന്നത്. ഇടയ്ക്ക് നാട്ടിൽ പോകാറുണ്ടോ? എല്ലാ വർഷം പോകാറുണ്ട്, ചിലപ്പോൾ പോകാതെ ഇരിക്കുന്നുണ്ട് ആ സാഹചര്യങ്ങളനുസരിച്ച്. പിന്നെ എനിക്ക് മലയാളം അത്ര അറിയത്തില്ല. എന്നാലും ഇവിടെ ജനിച്ച് വളർന്നിട്ട് പപ്പായും മമ്മി ഇത്രയും പഠിപ്പിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ തുടങ്ങുമ്പോ അത്ര വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ബസ് അങ്ങ് പ്രോബ്ലം. നാട്ടിലെത്തിയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? ശരി. പിന്നെ ആൾക്കാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞ നോക്കിയിട്ട് പഠിച്ച ആളാണല്ലോ തോന്നുന്നത്. അപ്പൊ പക്ഷെ മിക്കവാറും ബോർഡ് നമ്മുടെ അവിടെ ബസ്സിലൊക്കെ മലയാളത്തിൽ. അതെ അതെ അതെ. അപ്പൊ അത് വായിക്കാൻ ശകം പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിച്ച് ലീവ് സമ്മർ വെക്കേഷൻ ആയപ്പോൾ ഞാൻ അവിടെ കേരളത്തിൽ വന്നായിരുന്നു. ശരി. ആ സമയത്ത് അവിടെ പ്രൗഢ ശിക്ഷ ക്ലാസ് ഉണ്ട്, ഞാൻ അതിനകത്ത് പോയി. ശരി. 2 മാസത്തെ. അതിനകത്ത് ഞാൻ മലയാളം പഠിച്ച്. അപ്പം ചെറുതായിട്ട് വായിക്കാൻ അറിയാം, പക്ഷെ ഞാൻ വായിക്കുമ്പോഴത്തേക്ക് ബസ്. സാർ ഇവിടെ ഏത് സ്കൂളിലാണ്? ട്രൈബൽ സ്കൂളാണോ ഇത്? ട്രൈബൽ പഞ്ചായത്ത് സമിതിയുടെ സ്കൂളാണ്. ശരി. പ്രൈമറി സെക്ഷനാണ്. അതെ. 1 to 5th. 4 പേര് അവിടെ സ്റ്റാഫ്, ഞാൻ ഹെഡ് മാസ്റ്റർ. അപ്പോൾ വൈഫും ടീച്ചറല്ലേ? വൈഫും ഈ സ്കൂളിൽ തന്നെ? അതെ ശരി. കൂട്ടത്തിൽ തന്നെ. അത് ശരി. വൈഫ് വന്ന് 99 അത് ശരി. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാ. അതെ. ഈ ഗ്രാമം തന്നെയാണ് സാറിൻ്റെ ഒരു ഏരിയ അല്ലേ? അപ്പോൾ ഗ്രാമത്തിൽ തന്നെ സാറ് കുറച്ച് സ്ഥലം വാങ്ങിച്ചു. നാട്ടിൽ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിൽ കൃത്യമായിട്ട് പ്രോപ്പർ എവിടെയാണെന്ന് പറയൂ സാർ? നാട്ടിൽ പ്രോപ്പർ പത്തനംതിട്ട ഡിസ്ട്രിക്ട്, പിന്നെ ആനിക്കാട് വില്ലേജ്, നൂറം മാപ്പിയോ, അവിടെ തന്നെയാ. അത് ശരി. അപ്പോൾ ഫാദറിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ എവിടെയുണ്ടോ? അവിടെ ഉണ്ട്. 7.5 അങ്ങനെ എങ്ങാണ്ട, 7.5 സംതിങ് അങ്ങനെ എങ്ങാണ്ട ഏക്കർ 3ആയിട്ടാ. ശരി. അവിടെ ഒന്ന് തെങ്ങുതോട്ടമായിരുന്നു, ഇപ്പം അത്ര ഇല്ല. എല്ലാം മണ്ടരി കയറി ഉണ്ടായിരുന്നു, അത് പോയി. അവിടെ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് പിന്നെ വസ്തുവുണ്ട്, പക്ഷെ അത്ര അതിനകത്ത് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ അഗ്രികൾച്ചറിനകത്ത് എൻ്റെ കൊച്ചിനെ വിട്ടെ. അത് ശരി. അവന് അവിടെ താമസിക്കാൻ. അവന് 1 പ്രാവശ്യം 2 പ്രാവശ്യം അവിടെ പോയപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോകും. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഇത് ഈ ഫീൽഡിൽ നിൽക്കുവാണല്ലോ, അവിടെ ഉണ്ടല്ലോ, അവിടെയുണ്ട്. അതെ അതെ. അപ്പൊ കൃഷി ചെയ്താ നല്ല നോക്കിട്ട്. പിന്നെ ഇപ്പൊ ഈ സ്ഥലം എടുത്തിട്ട് എത്ര നാളായി സാറേ? ഇത് 10 വർഷമായി. 10 വർഷമായി. അപ്പൊ കുറേശ്ശെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ. അത് പിന്നെ ഇനി അളവൊക്കെ ചെയ്ത് പിന്നെ എടുക്കണം. അപ്പൊ ഈ ആ മലയുടെ താഴെ തന്നെയാ സ്കൂള്? ഈ റോഡിൽ തന്നെയാ സ്കൂൾ? ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും സാറിൻ്റെ സ്കൂളും കാണിക്കാം. ഞാൻ 2 ദിവസമായി ഇവിടെ സാറിൻ്റെ കൂടിയാണ് കേട്ടോ. ഇന്നലെയൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നലെ പാടത്ത് കുറച്ച് പണിയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ്.
കാരണം മൊത്തം ഡ്രസ്സെല്ലാം കേടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പം ഈ ചോളത്തിൻ്റെ വിത്ത് വിതച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്ത് ചോളം മുൻപ് ഇനി അപ്പുറത്ത് വെണ്ട കൃഷിയാണ്. ഇന്നുകൂടി ഇവിടെ താമസിച്ച് നാളെ ഇവിടുന്ന് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മൗണ്ട് ആബു കയറി ഇറങ്ങിയതിൻ്റെ ആ ക്ഷീണം ഞാൻ ഈ ഫാം ഹൗസിൽ തീർക്കുകയാണ് ചെയ്തത്. ഇവിടെ നേരത്തെ നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാറിനും 2-3 നായ്ക്കളുള്ളതാണ് കേട്ടോ. ഭയങ്കര ജഗജില്ലന്മാരായിട്ടുള്ള നായ്ക്കളാണ് സാറിൻ്റെ വീട്ടിൽ വളർത്തുന്നത്. അവർ ഈ ഫാം ഹൗസിൽ അവരെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അവർക്കുള്ള കൂടാണിത്. ഇപ്പോൾ സാറ് കുറച്ച് കാലമായിട്ട് ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ്, പിന്നെ നായ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് അതിനെ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയത്. ഇതാണ് അതിൻ്റെ കൂട്. അപ്പോൾ ട്രാക്ടർ കിടക്കുന്നു. ഇവിടെ എല്ലാ കൃഷി നടക്കുന്ന എല്ലാ വീട്ടിലും ഉള്ള ഒരു സിമ്പലാണ് ട്രാക്ടർ. കർഷകൻ്റെ സിമ്പൽ ട്രാക്ടറാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഈ ഫാമിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. സാറും ടീച്ചറും ഒക്കെ വന്നിട്ടുണ്ട്. സാർ, എന്നാണ്ട് പിന്നെ വിശേഷങ്ങൾ? വിശേഷം സന്തോഷമുണ്ട്. ഒരു മനസ്സിനകത്ത് ഇതുകൊണ്ട് ജോബിൻ ഭായി പോവുക, കുഞ്ഞു പോവുക ഒക്കെ ഒരു വിഷമം അവിടെ ഉണ്ട്. പിന്നെ യാത്രയ്ക്ക് ഇറങ്ങിയല്ലേ, ഏതായാലും പോണം. വന്നതും കണ്ടതും വലിയ സന്തോഷം. കാരണം അവിചാരിതമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വേറൊരാൾ മുഖാന്തരം. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? അത് കലാശ് ഭായിയുടെ മോനാണ് കേട്ടോ ഇത്. ഇളയാളാണ്. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. മാഡം, ഓ ഞാൻ बोलिए कुसुम लता इधर टीचर है. അപ്പോൾ മാഡം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇത് കണ്ടോ, ഇന്ന് എനിക്ക് ഫുഡെല്ലാം ആയിട്ട് വീട്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ കഴിച്ചിട്ടാണ് യാത്ര തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു സ്വീകരണം ഇന്ന് തന്നിരിക്കുകയാണ്. പൂമാലയൊക്കെ ഇട്ടാണ് സ്വീകരിച്ചത് കേട്ടോ. നമ്മൾ സെറ്റാണ്, നമ്മൾ യാത്ര തിരിക്കുകയാണ്. എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് കൂടി കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ വലിയ സന്തോഷം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്നതാണ് എൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവരോട് നന്ദി പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. കുടുംബത്തെ ഒരാളെ പോലെ, ഒരംഗത്തെ പോലെ എന്നെ 3 ദിവസം അവർ നോക്കുകയായിരുന്നു. അപ്പോൾ വലിയ സന്തോഷം. അങ്ങനെ രാജസ്ഥാൻ്റെ മണ്ണിൽ കൂടെ ഞാൻ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി ശിരോഹിയിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ജില്ലയാണ് നമ്മൾ കയറിയ ആദ്യത്തെ ജില്ല. ഇനി ബാക്കി 31 ജില്ലകളൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ചൂടത്ത് ഞാനും കുഞ്ഞിയും രാജസ്ഥാൻ്റെ ആ ചൂടനുഭവിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ ശരി, ജയ് ഹിന്ദ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.